ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. 4ാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ താടി. അപ്പോൾ അപ്പൂപ്പൻ താടിയിൽ ഓൾറെഡി നമ്മൾ 3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമുക്ക് 3 പാഠങ്ങളാണ് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തെ പാഠം വേഴാമ്പൽ, അതിലെ വേനൽ എന്ന കവിത നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് മഴയോട് മഴ എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠത്തിന്റെ പേരെന്താ? മഴയോടു മഴ. നമ്മൾ വേനലിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? വേനലിലെ ബുദ്ധിമുട്ടുകളും വേനലിലെ ഭംഗിയെ കുറിച്ചൊക്കെ നമ്മൾ മുൻ പാഠങ്ങളിൽ പഠിച്ചിരുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മഴയെ കുറിച്ചാണ് പഠിക്കുന്നത്. വേനൽ കഴിഞ്ഞു, അടുത്ത മഴക്കാലം വരികയാണ്. അപ്പൊ മഴയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മഴയോട് മഴ. മഴ വരുന്നു. മഴ. ആകാശം കറുത്തു. തണുത്ത കാറ്റ് വീശി. മരച്ചില്ലകൾ നൃത്തം വെച്ചു. ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു. കരിങ്കറുപ്പൻ ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു. കാ കാ കാ. മഴ വരുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്, പ്രകൃതിയിലെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നല്ല മഴ വരുമ്പോൾ എങ്ങനെയാണ് ആകാശം? ഏത് നിറമായിരിക്കും? നല്ല കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറയും അല്ലെ? നല്ല തണുത്ത കാറ്റൊക്കെ വീശും. മരച്ചില്ലകളൊക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങും. മരച്ചില്ലകൾ ആടുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്? നൃത്തം വെക്കുകയാണ്, ഡാൻസ് കളിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത് അല്ലെ മരച്ചില്ലകൾ. അപ്പൊ ആളുകളൊക്കെ എങ്ങനെയായിരിക്കും? കൊടയൊന്നും ഇല്ലെങ്കിൽ എത്രയും വേഗം വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ നടക്കണം. തിടുക്കത്തിൽ നടക്കുക വെച്ചാൽ എന്താ? വേഗത്തിൽ നടക്കുകയാണ്. കരിങ്കറുപ്പനൊരു കാക്ക എന്ന് വെച്ചാൽ എന്താ? കറുത്ത ഒരു കാക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറക്കുകയാണ്. എങ്ങോട്ടേക്കും പറക്കുക? കൂട്ടിൽ ചേക്കേറാൻ വേണ്ടി വേഗം പോവല്ലേ? മഴ വരുന്നതിന് മുമ്പ് കൂട്ടിക്കയറാൻ വേണ്ടി പോവുകയാണ് കാക്ക. എങ്ങനെയാ പോകുന്നത്? കരഞ്ഞുകൊണ്ട് പോവാണ് അല്ലെ? കാ 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 എന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. മഴയുടെ മുന്നറിയിപ്പ്. മരങ്ങൾ അടിമുടി ഇളകിയാടി. ചില്ലകൾ ഒടിഞ്ഞു വീണു. പച്ചിലകൾ കാറ്റേറ്റ് പുളഞ്ഞു. പഴുത്ത ഇലകൾ ഞെട്ടറ്റു വീണു. നിലം പറ്റിക്കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വട്ടം കറങ്ങി കലപില ഒച്ച വെച്ചു. ഒരു പശു വലിയ വാ തുറന്ന് കരഞ്ഞു. ഇമ്പേ ഇമ്പേ. അപ്പൊ എങ്ങനെയാ മഴ വരികയാണ്? മഴ വരുന്ന സമയത്ത് എങ്ങനെയാ? മരങ്ങൾ അടിമുടി ഇളകിയാടെന്ന് വെച്ചാൽ നല്ല ശക്തമായ കാറ്റില് മരങ്ങളൊക്കെ ആടാൻ തുടങ്ങി. ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. പച്ചിലകൾ കാറ്റേറ്റ് പുളഞ്ഞു. പഴുത്തിലകൾ ഞെട്ടറ്റു വീണു ഇല്ലേ? കാറ്റത്ത് ഇലകളൊക്കെ വീഴാൻ തുടങ്ങി. നിലം പറ്റി കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി. വെച്ചാൽ എന്താ? കരിയില കൂട്ടം കാറ്റത്ത് ശക്തമായ കാറ്റിൽ നീങ്ങി തുടങ്ങുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വട്ടം കറങ്ങി കലപില ഒച്ച വെച്ചു. കരിയിലകളുടെ ശബ്ദമാണ് പറയണത്. ഒരു പശു വലിയ വാ തുറന്ന് കരയാണ്. ചിത്രത്തിൽ കാണുന്നില്ലേ? ഒരു പശു കരയാണ്. മഴ വരികയാണ്. അപ്പൊ മഴയുടെ മുന്നറിയിപ്പാണ് ഇവിടെ പറയുന്നത്. മഴയ്ക്ക് വരവേൽപ്പ്. തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു. തെങ്ങോലകൾ പാട്ടുപാടി. മഴയ്ക്ക് സ്വാഗതമൂതി. മഴയുടെ മുന്നറിയിപ്പ് പോലെ. പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു. ഡോം. ആ ശബ്ദമാണ് കേട്ടോ, മച്ചിങ്ങ വീഴുന്ന ശബ്ദമാണ് ഡോം എന്നുള്ളത്. അടുത്തത് മഴ അടുത്തെത്തി. മാനത്ത് എവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു. മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴത്തുള്ളി പാറി വീണു. പെൺകുട്ടി കവിളിൽ വിരലുകൾ അമർത്തി. ഹായ്. ആര് വന്നപ്പോഴാണ് കുട്ടി ഹായ് പറഞ്ഞത്? മഴ വന്നു അല്ലെ? മഴത്തുള്ളി വീണു. അപ്പൊ പെൺകുട്ടി എന്താ പറയണത്? ഹായ് അല്ലെ? ഹായ്. ആര് വന്നു? മഴ വന്നു. മഴ വന്ന വരവ്. പറന്നു വീഴും മഴ. ചരിഞ്ഞു വീഴും മഴ. നിലം തുളയ്ക്കും മഴ. വലിയൊരു കൂണിനും ചോട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചി തവള സന്തോഷമറിയിച്ചു. പോക്രോം. അപ്പൊ മഴയത്ത് എല്ലാവരും മഴ വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി അല്ലെ? മഴ എങ്ങനെയാ വരുന്ന പറയുന്നത്? പറന്ന് വീഴും മഴ. എങ്ങനെ വീഴുക? ചെരിഞ്ഞും വീഴും. നിലം തുളയ്ക്കും മഴ. അപ്പൊ വലിയൊരു കൂണിന് ചോട്ടിൽ ആരാണ് കുത്തിയിരിക്കുന്നത്? ഒരു തവള അല്ലെ? പോക്കാച്ചി തവള ഇരിക്കുകയാണ്. മഴ വന്നപ്പോ സന്തോഷത്തോടു കൂടി തവള എങ്ങനെ കരഞ്ഞു? പോക്രോം എന്ന് പറഞ്ഞിട്ട് കരയാണ് അല്ലെ? പെരുമഴ പേമാരി. കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കും മഴ. തുരുതുരാ വീഴുമ്പോൾ ചരൽ മഴ. പെരും തുള്ളികൾ എത്തുമ്പോൾ നെല്ലിക്കാമഴ. തുള്ളിക്കൊരു കുടം പെരുമഴ. നിർത്താതെ പെയ്യുമ്പോൾ പേമാരി. എങ്ങനെയാണ് മഴ? ഇവിടെ നോക്കൂ, ഇവിടെ 4 തരത്തിലെ മഴകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? എങ്ങനെയാണ്? ചരൽ മഴ, നെല്ലിക്കാമഴ, പെരുമഴ, പേമാരി. എങ്ങനെയാണ്? കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കും മഴ. തുരുതുരാ വീഴുമ്പോ എങ്ങനെയാണത്? ചരൽ മഴ എന്ന് പറയും. എന്നാൽ അതെങ്ങനെയാ? പെരും തുള്ളികൾ എത്തുമ്പോൾ തുള്ളികളുടെ വലിപ്പം കൂടുമ്പോൾ അത് എങ്ങനത്തെ മഴ എന്നാണ് പറയുന്നത്? നെല്ലിക്കയോളം വലിപ്പമുള്ള തുള്ളികൾ വീഴുമ്പോൾ നെല്ലിക്ക മഴ എന്ന് പറയാണ് കേട്ടോ. തുള്ളിക്കൊരു കുടം എന്ന് പറയുമ്പോൾ എന്താ? പെരുമഴ. അത്രയും തുള്ളിക്കൊരു കുടം, ഒരു തുള്ളി തന്നെ അത്രയും വെള്ളമായിട്ട് വരികയാണ്. അപ്പൊ അത്രയും ശക്തമായ മഴയാണ്. അപ്പൊ അത് പെരുമഴ എന്ന് പറയും. അപ്പൊ നിർത്താതെ പെയ്താൽ അത് എന്തായി മാറി? പേമാരി. ഇവിടെ നമുക്ക് മഴയത്തിന്റെ 4 തരത്തിലുള്ള മഴകളെ കുറിച്ചാണ് പറയുന്നത്. ചരൽ മഴ, നെല്ലിക്ക മഴ, അതുപോലെ
പെരുമഴ. പിന്നെ പേമാരി. മഴയിൽ കുട ചൂടി നടത്തം. നല്ല രസമാണ് അല്ലേ, മഴയത്ത് ഇങ്ങനെ കുടയൊക്കെ പിടിച്ചിങ്ങനെ കൂട്ടുകാരൊക്കെ ഒത്ത് നടക്കണത്. ഇവിടെ നോക്ക്, കൂട്ടുകാർ എല്ലാ 4 കുട്ടികളും കൂടെ മഴയത്ത് കുടയും ചൂടി നടക്കുകയാണ്. വലം കയ്യിൽ ഒരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കയറാൻ എന്തു രസം. പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴച്ചില്ലു തകർത്തു നടക്കണം. മഴ കൊണ്ടലിയാം മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം. മഴയത്ത് കൊടയും കൊണ്ട് നടക്കുന്ന ആ ഒരു ആഹ്ലാദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഴയിൽ നനഞ്ഞൊട്ടുന്നു. ആരാണ് മഴയിൽ നനഞ്ഞൊട്ടുന്നത്? കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ തുളച്ചു കയറും. ഒരു കുട നിറയെ 4 തല. നാൽവരും നനഞ്ഞൊലിക്കും. നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും. 4 വരും മഴ നനഞ്ഞൊട്ടും. പിന്നെ അവർ ആർത്തു വിളിക്കും, നട നടോ നട. അപ്പൊ എങ്ങനെയാണ്? കുടയില്ലാത്തവർ എന്ത് ചെയ്യും? ചങ്ങാതിമാരുടെ കുട എന്നുവെച്ചാൽ ഫ്രണ്ട്സിന്റെ കുടയിൽ കയറിയിട്ട് നിൽക്കും അല്ലേ. എന്നിട്ട് എങ്ങനെ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ, നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കുടയിൽ 4 പേരാണ്. ഒരു കുട നിറയെ 4 തല എന്ന് വെച്ചാൽ എന്താ, ഒരു കുടയിൽ 4 പേരാണ് നിൽക്കുന്നത് അല്ലേ. 4 വരും നനഞ്ഞൊലിക്കും. അപ്പൊ എല്ലാവരും മഴ നനയും ചെയ്യും, ഡ്രസ്സൊക്കെ നനയും, നനഞ്ഞൊലിക്കും. നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ എന്ത് ചെയ്യും? പെട്ടെന്ന് കുട പൂട്ടുമ്പോൾ 4 പേരും നനയും. അപ്പൊ അവരെന്താ പറയുക? ആർത്ത് വിളിക്കുന്നത് എന്താ? നട നടോ നട. മഴ നിലയ്ക്കുമ്പോഴോ, നല്ല ശക്തമായ മഴയൊക്കെ പെയ്ത് മഴ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാ? ആവോളം പെയ്താൽ മഴയും മെലിയും. മഴ ചരടാവും. മഴ ചരട് മഴ നൂലാവും. മഴ നൂലുകൾ മഴ നാരുകളാവും. മഴ നിലയ്ക്കും. ആകാശം തെളിയും. അത് കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും. മഴ നിലയ്ക്കുമ്പോ എങ്ങനെയാണ്? നന്നായി ശക്തമായി മഴ പെയ്ത് പതിയെ മഴ നിൽക്കും അല്ലെ, നിലയ്ക്കും. അപ്പൊ ആദ്യം മെലിയും. മഴ കയർ എന്ന് വെച്ചാൽ ആ മഴ കയർ പോലെ ശക്തമായി പെയ്തുകൊണ്ടിരുന്ന കയറിന്റെ അത്രയും എന്താണ് കനത്തിൽ പെയ്തുകൊണ്ടിരുന്ന മഴ പിന്നീട് എന്തായി മാറും? ചരടിന്റെ അത്ര വലിപ്പമാവും. പിന്നീട് ചരട് പോയി പതുക്കെ നൂലാവും. നൂല് പോയി നാരാവും. അങ്ങനെ പതിയെ മഴ എന്ത് ചെയ്യും? നിലയ്ക്കും. ആകാശമൊക്കെ തെളിയാൻ തുടങ്ങും. അത് മഴ കഴിഞ്ഞ പിന്നെ എന്തായി? പിന്നെ അടുത്തത് മഴ കാഴ്ചകളും മഴക്കളികളും ആവും അല്ലേ. അപ്പൊ നോക്കൂ, ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? NP ഹാഫിസ് മുഹമ്മദ് ആണ്. മഴയോടു മഴ. നമുക്കിനി ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത്? മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കൂ. മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത്? മഴയുടെ വ്യത്യസ്ത മുഖങ്ങൾ കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. മഴ വരുന്നതും മഴയുടെ മുന്നറിയിപ്പും മഴയെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മരങ്ങളും ചെടികളെയും ഇതിൽ കാണാം. മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുന്നതും വർണ്ണിച്ചിരിക്കുന്നു. മഴ പറന്നു വീഴും, ചെരിഞ്ഞു വീഴും, ശക്തിയായി പെയ്യും, കുത്തിയൊലിച്ചു പെയ്യും, തുരുതുരാ വീഴും, ചിലപ്പോൾ പെരുമഴ പെയ്യും, പേമാരിയാവും, മഴ മെലിയും, മഴ ചരടാവും, പിന്നെ നൂല് പോലെയാവും, നാര് പോലെയാവും, ഒടുവിൽ മഴ നിലയ്ക്കും. മഴ ചിത്രങ്ങൾ കൂടി ഇവിടെ വരച്ചു ചേർക്കുക. അടുത്തത്, നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ്? കളിക്കാറുള്ള മഴക്കളികൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്ത് എഴുതൂ. മഴ വരുന്നതിന് മുമ്പ്, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മഴക്കാഴ്ച, നമ്മുടെ വേനൽ അനുഭവം എഴുതിയ പോലെ ഇവിടെ ഒരു മഴക്കാഴ്ചയാണ് എഴുതേണ്ടത്. മഴക്കളികൾ എന്തൊക്കെയാന്നും കൂടെ എഴുതി ചേർക്കുക. മഴ വരുന്നതിന് മുമ്പ് ആകാശം മുഴുവൻ മഴമേഘങ്ങൾ നിറയും. മഴയെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന കുറെ ജീവജാലങ്ങളെ ചുറ്റും കാണാൻ സാധിക്കും. മഴ വരുന്നു തോന്നിയാൽ വീട്ടിലെ അയക്കയിലെ തുണികളെല്ലാം അകത്തേക്ക് എടുക്കും. നനയാൻ പാടില്ലാത്ത സാധനങ്ങൾ എല്ലാം അടച്ചു വെക്കും. ദൂരെ നിന്ന് ഒരു ഇരമ്പ ശബ്ദത്തോടെ മഴ വരുന്നത് അറിയാൻ സാധിക്കും. ചെറിയ ശബ്ദം അടുത്തെത്തും തോറും വലുതായി മാറുന്നത് കാണാം. ശക്തമായി അത് എല്ലാവിടെയും വ്യാപിക്കും. മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ മണ്ണിന്റെ മണം എല്ലാവിടെയും നിറയും. മഴയത്ത് വാഴയിലയും ചൂടി പറമ്പിലൂടെ അങ്ങനെ നടക്കാൻ നല്ല രസമാണ്. മഴയത്ത് പറമ്പിലെ ചെറിയ ചാലുകളിൽ എല്ലാം വെള്ളം അരുവി പോലെ ഒഴുകിപ്പോവും. ഞങ്ങൾ അതിൽ പേപ്പർ ബോട്ട് ഉണ്ടാക്കി വിടും. അങ്ങനെ മഴ കുറച്ചൊക്കെ നനഞ്ഞ അവിടെ കുറേ നേരം നിൽക്കും. വീടിന്റെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ മഴയത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതും കാണാം. മഴ അധികം നനയാറില്ലെങ്കിലും ഈ അനുഭവങ്ങൾ എല്ലാം വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകാറുള്ളത്. ഇതൊരു കുട്ടിയുടെ മഴക്കാഴ്ചകളാണ്, അല്ലെങ്കിൽ മഴ അനുഭവമാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മഴക്കാഴ്ചകളും മഴ അനുഭവവും ഇവിടെ എഴുതി ചേർക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠം ഇവിടെ കഴിയുകയാണ്. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.